വെടിനിർത്തലുമായുള്ള ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഗസയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. റഫ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ഖത്തറിലെത്തി. റഫയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 50 പേർ കൂടി കൊല്ലപ്പെട്ടു. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയാണ്. മുഹമ്മദ് ഷാമോനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷാമോൻ, ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകുമോ എന്നുള്ളതാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത. അതായത് അമേരിക്കൻ സമ്മർദ്ദം അതിശക്തമായി തുടരുകയാണ് ഇസ്രായേലിന് മേൽ നിന്നും എന്ന് ഉള്ള വാർത്തകൾ വരുന്നു. അത് മാത്രമല്ല, ഈ റഫേലെ ആക്രമണത്തിൽ നിന്നുകൂടി ഇസ്രായേൽ പിന്മാറണമെന്നുള്ള ആവശ്യം കൂടി അമേരിക്ക ഉന്നയിച്ചിരിക്കുകയാണ്. ഏതാണ്ട് പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാഴ്ചയ്ക്കകം തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലായേക്കുമെന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വളരെ പോസിറ്റീവായ വാർത്തകൾ തന്നെയാണോ ഇസ്രായേലിൽ നിന്നും ഗസയിൽ നിന്നും വരുന്നത്? ജിൽസി, വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ദീർഘകാല വെടിനിർത്തലിലൂടെ ഒരു ബന്ദിമോചനത്തിന് ഇസ്രായേൽ തയ്യാറാകണമെന്നാണ് ബൈഡൻ ഫോണിലൂടെ ബെഞ്ചമിൻ നെതന്യാഹുയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ റഫേൽ കൃത്യമായ പദ്ധതികളില്ലാതെ റഫയെ ആക്രമിച്ചാൽ അതിന് അമേരിക്കൻ പിന്തുണ ഉണ്ടാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഫ്രാൻസും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്ത് മുന്നോട്ട് വന്നിരുന്നു. റഫേ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന്. ഇതിനൊപ്പമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇത്തരത്തിൽ ഫോണിൽ കൂടെ സംസാരിച്ച് വെടിനിർത്തൽ ചർച്ചയ്ക്കൊപ്പം തന്നെ ഈ ഒരു അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് ഇസ്രായേൽ തയ്യാറാകണം എന്നുള്ളതും അതിനൊപ്പം തന്നെ റഫേ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ഒരു അറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം റഫ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ കടുത്ത രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ മാത്രം നടന്ന വ്യോമാക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റഫയിലെ ഖത്തർ ആശുപത്രി പരിസരത്ത് കനത്ത രീതിയിലുള്ള ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്. 20 ലക്ഷത്തോളം ആൾക്കാർ തിങ്ങി വസിക്കുന്ന ഗസയിലെ അഭയാർത്ഥികൾ തിങ്ങി വസിക്കുന്ന ഒരു പ്രദേശമാണ് റഫ. ഇങ്ങോട്ടുള്ള ഉള്ളൊരു ആക്രമണം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും, വലിയൊരു മാനസിക ദുരന്തത്തിലോട്ട് അത് വഴിവെക്കും. കാരണം ഈ ഗസയിലെ ജനങ്ങൾക്ക് ഇനി മുൻപോട്ട് പോകാനൊരു വഴിയില്ല. അത് ഐക്യരാഷ്ട്രസഭ തന്നെ അറിയിച്ചൊരു കാര്യമാണ്. മറ്റൊരു മാർഗ്ഗമില്ല അവർക്ക് പുറത്തോട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ റഫ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ പിന്മാറണമെന്നാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ പ്രതിഷേധിച്ച ബന്ദികളുടെ കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായി ഇസ്രായേൽ വലിയൊരു പ്രതിസന്ധിയിലോട്ട് പോകുന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. കാരണം കനത്ത ചില തുകകളാണ് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം ഗൾഫ് മേഖലയിലും ലോക സാമ്പത്തിക വ്യവസ്ഥയിലും ഈ ഒരു യുദ്ധം സാമ്പത്തിക തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ടെന്ന് IMF ഇന്നലെ അറിയിക്കുകയുണ്ടായി. IMF മേധാവി പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു രീതി പ്രതിസന്ധി ലോകത്താകമാനം യുദ്ധം മൂലം എന്നൊരു ഘട്ടം കൂടിയുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയാണ് അമേരിക്കയും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിന് ഇസ്രായേലിൻ്റെ മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു. ഈ ഒരു പ്രധാനമായ ഒരു ഉദ്ദേശം തന്നെ ഇസ്രായേലിനെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ അടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്ന റഫേലിലേക്കുള്ള ആക്രമണത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല, റഫേൽ പ്രവേശിക്കില്ലെന്ന് ഇസ്രായേലിനോട് പറയുന്നത് ഹമാസിനോട് തോൽക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിലൊക്കെയുള്ള ഒരു പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറക്കിയത്. അതിനൊപ്പം തന്നെ ഹമാസ് നേതൃത്വം ഇന്നലെ അറിയിക്കുകയുണ്ടായി, ഇസ്രായേൽ ആക്രമണത്തിൽ 2 ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബന്ദികൾക്കടക്കം മരുന്നുകൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധികൾ ഹമാസ് അറിയിക്കുന്നുണ്ട്. അതിനൊപ്പം ഈ റഫ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായാൽ ഈ ഒരു വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഹമാസ് നൽകുന്നുണ്ട്. ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ഖത്തറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഖത്തർ അമീറുമായി വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. ജിൽസി. ശരി ഷാമോൻ, എന്തായാലും വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളൊക്കെ തുടരുകയാണ്. ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ഖത്തറിലെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അമേരിക്കയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്തുന്നുണ്ട്. ഒപ്പം തന്നെ റഫയിലെ ആക്രമണം വലിയ രീതിയിൽ ഇസ്രായേൽ തുടരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയണമെന്ന അടക്കമുള്ള സമ്മർദ്ദവുമായി അമേരിക്കയും രംഗത്തുണ്ട്. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതായത് ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം തന്നെ ഒരു സമഗ്രമായ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ്.